നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. സോ പറ്റുമെങ്കിൽ ദയവേത് ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മളെ മീഡിയാസിന് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇല്ലാതിരുന്ന ഒരു ധൈര്യമാണ് ഇപ്പോൾ UDF ഗവൺമെന്റ് കയറിയപ്പോൾ അല്ലെങ്കിൽ LDF ഗവൺമെന്റ് ഇറങ്ങിയപ്പോൾ. കേരളത്തിലെ UDF ഗവൺമെന്റിനെതിരെ സംസാരിക്കുമ്പോഴും അതേപോലെ കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിനെതിരെ സംസാരിക്കുമ്പോഴും നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ ഭയങ്കര ധൈര്യമാണ്. ഞാൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അഗ്രികൾച്ചർ വകുപ്പിന്റെ മിനിസ്റ്ററായ T. സിദ്ദിഖ് അദ്ദേഹം ഇന്നലെ ഒരു മീഡിയ സമ്മേളനം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ വകുപ്പിന്റെ ഡയറക്ടറായ ശ്രീറാം വെങ്കിട്ടരാമൻ ആയിരുന്നു. ശ്രീറാം വെങ്കിട്ടരാമൻ ആരാന്ന് അറിയില്ലെങ്കിൽ ഞാനിവിടെ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ശ്രീറാം വെങ്കിട്ടരാമൻ ഈ ഒരു പത്രസമ്മേളനത്തിന് കണ്ട മീഡിയ പ്രവർത്തകർ പ്രതിഷേധിക്കാൻ തുടങ്ങുകയും അതിനെ തുടർന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ ആ മീറ്റിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഇനി എന്തുകൊണ്ടാണ് പ്രതിഷേധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ശ്രീറാം വെങ്കിട്ടരാമനും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ വഫ മുഹമ്മദും ഇവർ രണ്ടുപേരും കൂടി രാത്രി വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു തിരുവനന്തപുരത്തിലൂടെ. തിരുവനന്തപുരം മ്യൂസിയത്തിന്റെ അടുത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി അന്ന് രാത്രി. ഇവർ ഓടിച്ച വണ്ടി വേറൊരു വണ്ടിയുമായി ഇടിച്ചിട്ട് അന്ന് അപകടത്തിൽ മരിച്ചത് സിറാജ് ഡെയിലിയുടെ തിരുവനന്തപുരം ചീഫായിരുന്ന KM ഷാജി ആയിരുന്നു. അന്ന് വണ്ടിയിലുണ്ടായിരുന്ന ശ്രീറാം വെങ്കിട്ടരാമനും കൂടെ ഉണ്ടായിരുന്ന വഫ മുഹമ്മദും മദ്യപിച്ചായിരുന്നെന്നും വണ്ടി വഫ മുഹമ്മദിന്റെ പേരുള്ളതായിരുന്നെന്നും എല്ലാം നിരവധി വിവാദങ്ങൾ ഉണ്ടാവുകയും കേസുകൾ ചാർജ് ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. പോലീസ് ഉടനെ തന്നെ സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും ശ്രീറാം വെങ്കിട്ടരാമന്റെ ബ്ലഡ് സാമ്പിൾ എടുക്കാൻ 2 ദിവസത്തോളം എടുത്തു. അതുകൂടാതെ അന്ന് ശ്രീറാം വെങ്കിട്ടരാമന്റെ കൂടെ ഉണ്ടായിരുന്ന വഫ മുഹമ്മദിനെ പ്രതിപ്പട്ടികയിൽ ചേർത്തിട്ടും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. സംഭവം നടന്ന് 8 കൊല്ലത്തോളം ആയിട്ടും. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ശ്രീറാം വെങ്കിട്ടരാമനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം 2020 വീണ്ടും സർവീസിലേക്ക് തിരിച്ചെടുത്തു. ഇതിനുശേഷം അദ്ദേഹം ആലപ്പുഴ കളക്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ധനകാര്യ വകുപ്പിൽ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് പ്രൊമോഷൻ കിട്ടിയിട്ട് 2025 അഗ്രികൾച്ചർ വകുപ്പിലേക്ക് ശ്രീറാം വെങ്കിട്ടരാമൻ വരുന്നത്. ശ്രീറാം വെങ്കിട്ടരാമൻ ആ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടല്ല ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് LDF ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന P. പ്രസാദിന്റെ ഒപ്പവും ശ്രീറാം വെങ്കിട്ടരാമൻ പത്രസമ്മേളനത്തിന് വന്നിട്ടുണ്ട്. അന്നും മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. അന്നൊന്നും പ്രതിഷേധിക്കാത്ത മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോൾ പെട്ടെന്ന് പ്രതിഷേധം തോന്നാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് പ്രതിഷേധിക്കാൻ ധൈര്യമില്ലാതിരുന്നത്? LDF ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെ രഹസ്യമായും പരസ്യമായും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ നിരവധി ഉണ്ട് നമ്മളെ കേരളത്തിൽ, പ്രത്യേകിച്ചും ട്രീ കട്ടർ പോലത്തെയുള്ള ചാനലുകൾ. ഇവർക്കൊന്നും മുൻ മുഖ്യമന്ത്രി പിണറായി സഖാവ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ പ്രതിഷേധിക്കാനോ അതിനെതിരെ സൗണ്ട് ഉയർത്താനോ ഒരു ധൈര്യവും ഉണ്ടായിരുന്നില്ല. ഇന്നലെ T. സിദ്ദിഖിന് പകരം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഈ പ്രതിഷേധം കാണിക്കുമായിരുന്നു? അങ്ങനെ കാണിച്ചാൽ തന്നെ കടക്ക് പുറത്തെന്ന് പറയും പിണറായി വിജയൻ. ശ്രീറാം വെങ്കിട്ടരാമനോടല്ല, നിങ്ങളോട്. ഞാനിപ്പോ പറയുന്നത് ശ്രീറാം വെങ്കിട്ടരാമൻ ഈ ഒരു കേസിൽ നിരപരാധിയാണെന്നല്ല, പക്ഷേ മാധ്യമങ്ങൾ ഇതിനു മുമ്പ് എന്തേ പ്രതികരിച്ചില്ല എന്നാണ് എന്റെ ചോദ്യം. ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ 10 കൊല്ലമായി മീഡിയാസ് കവർ ചെയ്യാതിരുന്ന മറ്റൊരു ന്യൂസും. പിണറായി വിജയന്റെ ധർമ്മടത്തിലുള്ള വീട്, ആ വീടിന് മുന്നിലുള്ള പോലീസ് സെക്യൂരിറ്റിയും അവിടെ അവർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളെ കുറിച്ചുള്ള സ്റ്റോറി. ആ ഒരു സ്റ്റോറി ചെയ്യാനും മീഡിയാസിന് പിണറായി വിജയന്റെ സർക്കാർ താഴെ ഇറങ്ങേണ്ടി വന്നു. ഈ പേടിയെക്കുറിച്ച് ഞാനല്ല പറയുന്നത്. പ്രമുഖ ന്യൂസ് ചാനലായ മാതൃഭൂമിയിലെ റിപ്പോർട്ടർ ഈ സ്റ്റോറി കവർ ചെയ്യുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിങ്ങിനിടയിൽ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു അത്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതല്ല, എല്ലാവർക്കും അറിയുന്നതാണ്. പോലീസ് അസോസിയേഷനും മറ്റും ഔദ്യോഗികമായി രേഖാമൂലം ഈ വിവരം ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ അറിഞ്ഞില്ലേ എന്ന് വേണമെങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കാം. മാധ്യമങ്ങളും അറിഞ്ഞിരുന്നു, പക്ഷെ അവിടെ ചെന്ന് ആ രീതിയിൽ ഒരു ദൃശ്യം ചിത്രീകരിക്കുക എന്നുള്ളത് അത്ര ലളിതമായ കാര്യമായിരുന്നില്ല. പലപ്പോഴായും അവിടെ പോലീസുകാരുണ്ടെങ്കിൽ പോലും നമ്മൾ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അവർ സമ്മതിക്കാറില്ല. അപ്പോഴേക്കും അവരവിടെ നിന്ന് മാറിക്കളയും. ഇപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാവുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. എന്തായാലും മാധ്യമങ്ങളെല്ലാം പഴയ സഹപ്രവർത്തകന്റെ മരണത്തിന് കാരണക്കാരനായ ശ്രീറാം വെങ്കിട്ടരാമനോട് പ്രതിഷേധം കാണിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ പ്രതിഷേധം കാണിക്കാനുള്ള ധൈര്യം, ഇതിൽ മാത്രമല്ല പല കാര്യങ്ങളിലും പ്രതിഷേധം കാണിക്കാനുള്ള ധൈര്യം നിങ്ങൾ മുമ്പേ തന്നെ കാണിക്കേണ്ടിയിരുന്നു. ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. സോ ദയവായി അത് കമന്റ് അയച്ചു ചേർക്കുക.